നമുക്കിന്ന് ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് മൂവി കണ്ടാലോ? അത്തരത്തിലുള്ള ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ടാകുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഈ ഒരു ചിത്രത്തിൽ ആഷ്ലി എന്ന പെൺകുട്ടിക്ക് ഒരൊറ്റ രാത്രിയിൽ നേരിടേണ്ടി വന്ന കാര്യങ്ങളും അതിന് പിന്നിലെ കാരണങ്ങളും ഒപ്പം ഒത്തിരി ട്വിസ്റ്റുകളും നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. സോ പറഞ്ഞു വരുന്നത് 2016 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറായ ബെറ്റർ വാച്ച് ഔട്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. കൂടുതലൊന്നും പറയാതെ നമ്മൾ ഈ കഥ കേൾക്കാൻ പോവുകയാണ്. അപ്പോ നമ്മൾ ഈ സിനിമക്കുള്ളിലേക്ക് കടക്കുകയല്ലേ? ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ക്രിസ്മസ് രാത്രിയാണ്. എല്ലാവരും ആ ഒരു സന്തോഷത്തിൽ കളിച്ച് രസിച്ച് കുടുംബത്തിന്റെ ഒക്കെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യുകയാണ്. പക്ഷേ നമ്മുടെ കഥയിലെ നായികക്ക് മാത്രം അന്ന് ഫാമിലിയുടെ ഒപ്പം നിൽക്കാൻ സാധിക്കുന്നില്ല. അവൾ മറ്റൊരിടത്തേക്കൊരു യാത്ര പോവുകയാണ്. സോ ഇവളാണ് നമ്മുടെ കഥയിലെ നായിക ആഷ്ലി കാറിൽ യാത്ര ചെയ്യുമ്പോൾ അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവൾക്ക് ഒരു വീട്ടിലെ 12 വയസ്സുള്ള ആൺകുട്ടിക്ക് രാത്രി കൂട്ടിരിക്കാനായി പോകണമെന്ന് അമ്മയോട് പറയുമ്പോൾ പെട്ടെന്ന് ഒരു കരിമ്പൂച്ച വട്ടം ചാടുന്നുണ്ട്. അത് ദുശ്ശകരമാണെന്ന് ഓരോ അന്ധവിശ്വാസങ്ങൾ പോലെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ശരിക്കും അവൾക്കതൊരു ദുസ്സൂചനയായിരുന്നോ എന്ന് നമുക്ക് ഈ സിനിമയിലൂടെ കണ്ടറിയാം കേട്ടോ. ഇനി നമുക്ക് സിനിമയിലെ 2 മെയിൻ ക്യാരക്ടേഴ്സിനെ കാണാം. ഇവനാണ് ലൂക്ക്. ആക്ച്വലി ഇവനെ നോക്കാനാണ് ബേബി സിറ്ററായിട്ട് ആഷ്ലി വരുന്നത്. ഇത് ലൂക്കിന്റെ ഉറ്റ സുഹൃത്ത് ഗ്യാരറ്റ്. പ്രായം കൊണ്ട് രണ്ടും കുഞ്ഞു പിള്ളേരാണെങ്കിലും വായിൽ നിന്ന് വരുന്നത് വെറും വൃത്തികെട്ട വർത്തമാനം മാത്രമാണ്. ശരിക്കും കുരുത്തം കെട്ട 2 എണ്ണം എന്ന് പറയാം. ലൂക്കിന്റെ മനസ്സിൽ പണ്ട് മുതലേ ആഷ്ലിയോടൊരു താല്പര്യമൊക്കെയുണ്ട്. അവൾക്ക് അവനേക്കാൾ 5 വയസ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നേരായ മാർഗത്തിൽ അവളുടെ ഇഷ്ടം കിട്ടില്ല എന്ന് ലൂക്കിനും തോന്നുന്നുണ്ട്. സോ അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ദുരുദ്ദേശമാണ് ഉള്ളത്. പക്ഷേ അവന്റെ ഫ്രണ്ട് പറയുന്നത് പെണ്ണിനെ വിട്, നമുക്കിന്ന് നൈറ്റ് കയ്യിലുള്ള കഞ്ചാവ് വലിച്ച് രസിക്കാം എന്നാണ്. എന്നാൽ ആഷ്ലിയെ ചിലപ്പോൾ ഇനി ലൂക്കിനെ കാണാൻ പറ്റില്ല. അവൾ ഉപരിപഠനത്തിനായി മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് അവന്റെ ആഗ്രഹങ്ങളെല്ലാം പ്ലാൻ ചെയ്ത പോലെ ഇന്ന് നടത്തണമെന്ന് അവൻ തറപ്പിച്ച് പറയുന്നുണ്ട്. ഇതിനിടയിൽ ലൂക്കിന്റെ അമ്മ മുറിയിലേക്ക് വരുമ്പോൾ അവർ വിഷയം മാറ്റുന്നുണ്ട്. എല്ലാ അമ്മമാരെയും പോലെ തന്നെ ലൂക്കിനെ ചീത്താക്കുന്നത് അവന്റെ കൂട്ടുകാരനാണ് എന്ന അഭിപ്രായമാണ് ഈ അമ്മയ്ക്കും. ലൂക്കിന്റെ അമ്മ അവന്റെ അച്ഛനെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ മറ്റൊരാളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അയാളാണെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പാണ്. അതുപോലെ ലൂക്കാണെങ്കിൽ ഇപ്പോഴും ഉറങ്ങാനായിട്ട് ഫീറ്റസ് മെഷീൻ ഓൺ ചെയ്ത് വെക്കാറുണ്ട്. അതായത് ഈ ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്ന മെഷീനിലെ അങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണം. ഗ്യാരറ്റ് അവനെ അതും പറഞ്ഞ് കളിയാക്കുന്നുമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആഷ്ലി ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. ലൂക്കിന്റെ സ്റ്റെപ്പ് ഫാദർ റോബർട്ട് അവളോട് നന്നായിട്ട് സംസാരിക്കുന്നു. ഒപ്പം അമ്മയും അവിടേക്കെത്തി അവളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയുടെ മനസ്സിൽ ലൂക്ക് ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയാണ്. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണല്ലോ. ആഷ്ലി അവനെ ചെറുപ്പം മുതലേ നോക്കുന്നതാണെങ്കിലും അവൻ ഇപ്പോഴും ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്നുണ്ട് എന്ന് അമ്മ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ മുറിക്ക് പുറത്തിറങ്ങിയാൽ അറിയാനായിട്ട് ഒരു പെൻസിൽ എടുത്ത് ഡോറിൽ വെക്കണമെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അത് ലൂക്ക് അറിയരുതെന്ന് പ്രത്യേകം പറഞ്ഞ് ആ പെൻസിൽ കാർപ്പറ്റിന്റെ അടിയിൽ ഒളിച്ചു വെക്കുന്നുമുണ്ട്. അങ്ങനെയെല്ലാം പറഞ്ഞ് സെറ്റാക്കി അവരെല്ലാം പോകാനൊരുങ്ങുന്നു. അപ്പോഴാണ് റോബർട്ടിന്റെ കഴുത്തിലെ ടൈ കുറച്ച് കോമഡി ആയിട്ട് തോന്നി അമ്മ അത് അഴിപ്പിക്കുന്നത്. പക്ഷേ അയാൾ അടുത്തതായിട്ട് എടുത്ത ടൈയും കുറച്ച് കളർഫുൾ ആയിരുന്നു കേട്ടോ. എനിവേ അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് ആ വീട്ടിൽ ലൂക്കും ആഷ്ലിയും മാത്രമായി. ആ സന്തോഷത്തിൽ ലൂക്ക് അവളോട് സംസാരിക്കാൻ പോകുമ്പോൾ ആഷ്ലി ഒരു കോൾ ചെയ്യാൻ പോവുകയാണ്. അവൾ വിളിക്കുന്നത് മറ്റാരെയുമല്ല, അവളുടെ ഇപ്പോഴത്തെ ലവറായ റിക്കിയെയാണ്. അവൾ അങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് ഇഷ്ടപ്പെടാത്ത ലൂക്കും അപ്പുറത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു ചിലന്തി കയറുന്നു. അത് കണ്ട് പേടിച്ച് അതിനെ കൊല്ലാനായിട്ട് അവൾ ലൂക്കിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവനതിനെ പിടിച്ചു കൊല്ലാതെ പുറത്തേക്ക് വിടുകയാണ്. എന്തൊരു നല്ല പയ്യൻ അല്ലേ? അപ്പോഴും ആഷ്ലിയും റിക്കിയും ഇന്ന് രാത്രി അവനെ വീട്ടിലേക്ക് വരുന്ന കാര്യം പറഞ്ഞ് ഫോണിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവൾ ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാനായിട്ട് ലൂക്കിനെ തിരഞ്ഞ് നടക്കുമ്പോൾ ടേബിളിൽ അവൻ ചെറുപ്പത്തിലെ ഒരു മാസ്കൊക്കെ വെച്ചെടുത്ത ഫാമിലി ഫോട്ടോ കാണുന്നുണ്ട്. അത് നോക്കി അവൾ അവിടെ TV കാണാനായിട്ട് ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മദ്യക്കുപ്പിയും തുറന്ന് പേടിപ്പിച്ചുകൊണ്ട് ലൂക്ക് വരുന്നുണ്ട്. അവൻ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആഷ്ലി ആ കുപ്പി വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അവനതൊക്കെ ശീലമാണെന്നും നല്ല കപ്പാസിറ്റി ആണെന്നും ഒക്കെ പറഞ്ഞ് ലൂക്ക് കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട് അവൾ സീരിയസ് ആയി ആ കുപ്പി തരം പറയുമ്പോൾ അവനും അത് കൊടുക്കുകയാണ്. ശേഷം അവൾ അത് വാഷ് ബേസിനിൽ ഒഴിച്ചു കളയാൻ തുടങ്ങുമ്പോൾ വീണ്ടും റിക്കിയുടെ കോൾ വരുന്നുണ്ട്. അവനോട് സംസാരിച്ച് വല്ലാത്ത തലവേദനയാകുമ്പോൾ അവളും ആ ഡ്രിങ്ക്സ് കുടിക്കുകയാണ്. അത് കണ്ടുവരുന്ന ലൂക്ക് അത് ആരോടും പറഞ്ഞ് ഒരു വലിയൊരു പ്രശ്നമാകാതിരിക്കാനായിട്ട് അവരൊരു ഡീൽ എത്തുന്നുണ്ട്. അതായത് 2 പേരും കുടിച്ച വിവരം ആരോടും പറയില്ല എന്നതായിരുന്നു ഡീൽ. ലൂക്ക് ശരിക്കും ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ആഷ്ലിയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളും വിഷയം മാറ്റുകയാണ്. അങ്ങനെ ഫുഡിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ഫോണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഫോൺ ഉച്ചത്തിൽ റിംഗ് ചെയ്യുകയാണ്. അത് കേട്ട് അവളും ഒരു നിമിഷം പേടിക്കുന്നുണ്ട്.
വിളിക്കുന്നുണ്ട്. പക്ഷെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആരും സംസാരിക്കുന്നതേയില്ല. അതുകൊണ്ട് അവളും ലൂക്കിന്റെ കൂടെ സോഫയിൽ ഇരുന്ന് TV കാണുകയാണ്. പക്ഷേ ലൂക്ക് അവളോടൊപ്പോൾ ആഷ്ലിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവളുടെ ലവർ റിക്കിയെക്കുറിച്ച് അവൻ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല അവളുടെ മുൻ കാമുകനായ ജെർമിയെക്കുറിച്ചും ഓരോന്ന് പറയുന്നുമുണ്ട്. അതൊക്കെ കേൾക്കുന്ന ആഷ്ലി ലൂക്ക് ഒരു കുട്ടിയാണെന്നും ഇതിലൊന്നും ഇടപെടേണ്ട എന്നുമാണ് പറയുന്നത്. പോരാത്തതിന് അവനിപ്പോൾ കുടിച്ചിട്ടുമുണ്ടല്ലോ. എന്നാൽ ലൂക്ക് അവൻ മെച്ചൂർഡാണെന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ സെയിം ഏജ് ആയിരുന്നെങ്കിൽ ഞാനും നിന്നെ പ്രേമിച്ചേനെ എന്ന് അവളും പറയുകയാണ്. അത് കേട്ട് നമ്മുടെ ലൂക്കിന്റെ ഫേസ് എല്ലാം ഒന്ന് ചുവന്ന് തുടക്കുന്നുണ്ട്. പെട്ടെന്നാണ് പിസ്സ ഓർഡർ ചെയ്യാൻ മറന്നു എന്ന കാര്യം അവൾ ഓർക്കുന്നത്. അപ്പോൾ അവിടെ ആരോ കോളിംഗ് ബെൽ അടിക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ പിസ്സ ഡെലിവറി ബോയ് ആണ്. ലൂക്ക് പിസ്സ ഓർഡർ ചെയ്തിരുന്നില്ല. അപ്പോൾ അവന്റെ ഡാഡി ഓർഡർ ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞ് ലൂക്ക് അമ്മ ഏൽപ്പിച്ച ക്യാഷ് കൊടുത്ത് അകത്തേക്ക് ഓടുകയാണ്. ആഷ്ലി ആണെങ്കിൽ ഡോർ ക്ലോസ് ചെയ്ത ശേഷം അവിടെയുള്ള ക്രിസ്മസ് പാപ്പായുടെ രൂപം കണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട്. അത് അവളെടുത്ത് പുറത്ത് വെച്ചിട്ട് പിസ്സയും കൊണ്ട് വരുമ്പോൾ ലൂക്ക് അവിടെ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ട് അവളും ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ലൂക്കിന് മഷ്റൂം അലർജിയാണ്. ഇപ്പോൾ വന്ന പിസ്സ അവന്റെ ഡാഡിയാണ് ഓർഡർ ചെയ്തതെങ്കിൽ അതിലെങ്ങനെ മഷ്റൂം വന്നു എന്ന് അവൾക്ക് സംശയം തോന്നുന്നുണ്ട്. അവനത് അത്ര കാര്യമാക്കുന്നില്ല. ലൂക്ക് നൈസായിട്ട് പിസ്സയും എടുത്ത് ആഷ്ലിയുടെ തോളിൽ തല വെച്ച് കിടക്കുകയാണ്. അവളുടെ കാലിൽ വെച്ചിരുന്ന അവന്റെ കൈ അവൾ പതിയെ മാറ്റുന്നുണ്ട്. അപ്പോൾ റിക്കിയുടെ കോൾ വരുമ്പോൾ അവൾ ആദ്യം എടുക്കുന്നില്ല. വീണ്ടും അവനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കോൾ എടുക്കാതെ വേറെ വഴിയില്ല. അത് കണ്ട് നിരാശ തോന്നുന്ന ലൂക്ക് ക്യാൻഡിലെല്ലാം ഊതിക്കെടുത്തുകയാണ്. പിന്നെ നിരാശ തോന്നാതെ ആ ചെറുക്കൻ എന്ത് ചെയ്യാനാ അല്ലേ? അതിനുശേഷം ലൂക്കിനെ അവൾ പാമ്പർ ചെയ്യുമ്പോൾ അവനും സീരിയസ് ആയിട്ട് ഇരുന്ന് TV-യിൽ മൂവി കാണുകയാണ്. അവൾക്ക് ഈ പ്രേതപ്പടമെല്ലാം ഭയങ്കര പേടിയാണ് കാണാൻ. അവൾ ഓരോന്ന് നിർത്താതെ പേടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനാലയ്ക്ക് പുറകിലായിട്ട് ഒരു ആൾരൂപം നമുക്ക് കാണാം. ആരോ ഓടിപ്പോകുന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ടെങ്കിലും ലൂക്ക് സിനിമയിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സിനിമയിൽ പേടിപ്പിക്കുന്ന സീൻ വരുമ്പോൾ ആഷ്ലി പേടിച്ച് ലൂക്കിന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അതൊരു അവസരമായിട്ട് എടുത്ത് അവൻ അവളെ കിസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവൾ അവനെ അതിന് സമ്മതിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ആരോ ആ വീട്ടിലെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. വിളിച്ചയാൾ ആദ്യം സംസാരിക്കുന്നില്ലെങ്കിലും പിന്നീട് അവളെ പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ആദ്യം അത് അവളുടെ എക്സ് ലവർ ജെർമിയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അവൻ ആയിരിക്കില്ല എന്ന് പിന്നീട് മനസ്സിലാകുന്നു. അക്കാര്യം ലൂക്കിനോട് പറഞ്ഞ് തിരിയുമ്പോൾ വിൻഡോയ്ക്ക് പിന്നിലായിട്ട് സാന്റയുടെ രൂപം കണ്ട് വീണ്ടും അവൾ പേടിക്കുകയാണ്. അതിനുശേഷം അപ്പുറത്തേക്ക് മാറുമ്പോഴാണ് അവിടെ ഡോർ തുറന്ന് കിടക്കുന്നത് കാണുന്നത്. ഓടിപ്പോയി അത് അടച്ച് ലൂക്കിനോട് ഫോൺ തരാൻ പറയുമ്പോൾ അവൻ അവളുടെ ഫോൺ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ആഷ്ലിയുടെ കയ്യിലല്ല, മറിച്ച് അവിടെയുള്ള ഒരു അക്വേറിയത്തിലേക്കാണ് വീഴുന്നത്. അതിന്റെ പേരിൽ സംസാരം തുടങ്ങുമ്പോഴേക്കും പുറത്താരോ ഡോറിൽ മുട്ടുന്നു. എന്നാൽ വാതിൽ തുറക്കുമ്പോൾ അവിടെ ആരുമില്ല. പെട്ടെന്ന് ആരോ സ്പീഡിൽ ഓടി വന്ന് ലൂക്കിന്റെ ദേഹത്തേക്ക് ചാടുകയാണ്. അവർ രണ്ടുപേരും നന്നായിട്ട് പേടിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഗ്യാരറ്റ് ആയിരുന്നു. ഗ്യാരറ്റിന് അത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയെങ്കിലും അവർക്ക് രണ്ടുപേർക്കും നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം ഗ്യാരറ്റിന്റെ മുഖത്തെ സന്തോഷവും മാഞ്ഞു. കാരണം മുകളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആരോ അവരെ ആക്രമിക്കാനായിട്ട് ഒളിച്ചിരിക്കുന്നത് പോലെ. ആഷ്ലി ആദ്യം മുകളിലേക്ക് പോകുമ്പോൾ പേടിയുള്ള അവന്മാരും പുറകെ പോകുന്നുണ്ട്. അവൾ ഒരു കത്തിയും എടുത്ത് എന്തിനും തയ്യാറായിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ചില്ലുടഞ്ഞ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരോ ഒരു ഇഷ്ടിക എറിഞ്ഞ് ഗ്ലാസ് വിൻഡോ തകർത്തിരിക്കുകയാണ്. അത് കണ്ട് പോലീസിനെ വിളിക്കാമെന്ന് കരുതുമ്പോൾ അവിടെയുള്ള ഒരു ഫോണിലും നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അവന്റെ കമ്പ്യൂട്ടറിലും വൈഫൈ ഒന്നും കണക്ട് ആകുന്നില്ല. പിന്നെ സെക്യൂരിറ്റി സിസ്റ്റം ഉപയോഗിച്ച് പോലീസിനെ വിവരം അറിയിക്കാമെന്ന് അവൾ പറയുമ്പോൾ ലൂക്ക് പറയുന്നത് അവിടെ സെക്യൂരിറ്റി സിസ്റ്റം ഒന്നുമില്ല എന്നാണ്. നല്ല അയൽക്കാരുള്ളത് കൊണ്ട് അതിന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല പോലും. എന്നാൽ എങ്ങനെയെങ്കിലും അവളുടെ കാറെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് വിചാരിക്കുമ്പോൾ കാറിന്റെ ടയറിൽ ആരോ കത്തി കുത്തി ഇറക്കിയിരിക്കുന്നത് കാണാം. ആരോ അവരെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു എല്ലാം. പോരാത്തതിന് നേരത്തെ ജനലിൽ ആരോ എറിഞ്ഞ ഇഷ്ടികയും കൊണ്ട് ഗ്യാരറ്റ് വരുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾ മരിക്കും എന്നായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഒരു ലൈറ്റും തെളിയുന്നുണ്ട്. അത് കണ്ട് പേടിച്ച് ഗ്യാരറ്റ് പുറത്തേക്ക് ഓടി പോവുകയാണ്. പക്ഷേ അടുത്ത നിമിഷം ഗ്യാരറ്റ് വെടിയേറ്റ് വീഴുകയും അവിടെ രക്തം തെറിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാഴ്ച കണ്ട് പേടിച്ചിട്ട് ആഷ്ലിയും കരയുകയാണ്. ഒപ്പം അവൾ ലൂക്കിനെയും സമാധാനിപ്പിക്കുന്നുമുണ്ട്. എന്ത് വന്നാലും ഒരുമിച്ച് നേരിടാമെന്നും പരസ്പരം സഹായിക്കുമെന്നും അവർ വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു പേടിയും സങ്കടവും തരണം ചെയ്ത് രണ്ടുപേരും ഒരുമിച്ച് നീങ്ങുമ്പോൾ ഒരാളുടെ രൂപം അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അവർ മുകളിലെ മുറിയിലേക്ക് കയറുകയാണ്. അപ്പോഴും അയാൾ അവരെ തിരഞ്ഞ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ബുദ്ധി തോന്നിയിട്ട് അവർ ഇപ്പോഴുള്ള മുറിയിലെ മുകളിലുള്ള സീക്രട്ട് സ്പോട്ടിലേക്ക് കയറുകയാണ്. അതുകൊണ്ട് തന്നെ ആ മുറിയിലേക്ക് എത്തിയ അയാൾ അവരെ കണ്ടില്ല.
സ്വന്തം കൂട്ടുകാരനെ നഷ്ടപ്പെട്ട വിഷമമുള്ളതുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ലൂക്ക് അവിടെ നിന്ന് തിരിയുമ്പോൾ ആഷ്ലിയുടെ മുഖത്ത് ഒരു ചിലന്തി കയറുകയാണ്. അവൾ പേടിച്ച് കരഞ്ഞ് അവിടെ തട്ടി താഴേക്ക് വീഴാൻ പോകുമ്പോൾ അവൻ എങ്ങനെയോ അവളെ പിടിച്ച് രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ താഴെ ഇറങ്ങുന്ന അവളെ അവൻ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ശേഷം ധൈര്യത്തോടെ ലൂക്ക് അവന്റെ അച്ഛന്റെ മുറിയിലുള്ള ഒരു ഗൺ എടുത്തുകൊണ്ട് വരികയാണ്. പിന്നീട് അവർ മറ്റൊരു മുറിയിലേക്ക് കയറുമ്പോൾ അവരെ ഫോളോ ചെയ്ത് വന്ന ആളും അവിടെ വന്ന് നോക്കുന്നുണ്ട്. അവർ ഡോറിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുമ്പോൾ അയാൾ അടുത്ത മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ഒരു കബോർഡിൽ കയറി ഒളിക്കുമ്പോൾ അവൻ ആരായാലും അവനിൽ നിന്ന് ആഷ്ലിയെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ലൂക്ക് ഹീറോയിസം കാണിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അത് തടയാൻ വേണ്ടി അവളും ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് അവരറിയാതെ തട്ടി അവിടെയുണ്ടായിരുന്ന ഒരു ടോയ് ഓണാകുന്നു. അതിൽ നിന്ന് വരുന്ന സൗണ്ട് കേട്ട് ആ ആക്രമിയും അവിടേക്ക് വരികയാണ്. അയാൾ ടോർച്ച് അടിച്ച് അവിടെയെല്ലാം നോക്കുമ്പോൾ പേടി ചരണ്ട് രണ്ടുപേരും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആഷ്ലി ആക്രമിയെ ശ്രദ്ധിച്ച് നോക്കുന്നത്. അയാൾ ഇട്ടിരുന്ന മുഖംമൂടി നേരത്തെ ഒരു ഫോട്ടോ ഫ്രെയിമിൽ ലൂക്ക് വെച്ചിരുന്ന അതേ മാസ്ക് ആയിരുന്നു. മാത്രമല്ല അയാളുടെ മാനറിസം എല്ലാം കാണുമ്പോൾ ആഷ്ലിക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്. ആക്ച്വലി അത് ഗ്യാരറ്റ് ആയിരുന്നു. ഇതെല്ലാം ഗ്യാരറ്റും ലൂക്കും ചേർന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അത് അറിഞ്ഞപ്പോൾ ആഷ്ലിക്ക് വന്ന ദേഷ്യം പിന്നെ പറയണ്ടല്ലോ. ആരായാലും ആളെ വെടിയാക്കുന്ന പ്രാങ്ക് കാട്ടിയാൽ പിന്നെ നല്ല ദേഷ്യം വരില്ലേ. എന്നാൽ ലൂക്ക് ഇതെല്ലാം ചെയ്തത് അവളെ ഇംപ്രസ് ചെയ്യിക്കാനായിരുന്നു. ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ അവളെ രക്ഷിച്ച് മാസ് കാണിച്ചാൽ അവൻ കുട്ടിയാണെന്നുള്ള ആ ഒരു കാര്യമൊക്കെ മറന്ന് അവളെങ്ങാനും അവനെ പ്രേമിച്ചാലോ. അതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ മണ്ടൻ ഗ്യാരറ്റ് കാരണം ആ പ്ലാൻ എല്ലാം അങ്ങോട്ട് ഫ്ലോപ്പ് ആയി പോയി. എന്നാലും ആഷ്ലി അവളുടെ വായിൽ തോന്നിയതെല്ലാം പറയുമ്പോൾ അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് പാവം ലൂക്ക്. ഇക്കാര്യം തമാശയായിട്ട് കാണാൻ പറ്റാത്ത ആഷ്ലി ഇതെല്ലാം അവന്റെ പാരന്റ്സിനെ അറിയിക്കുമെന്ന് പറഞ്ഞു പോകുമ്പോൾ പുറകെ അവളെ വിളിച്ച് ലൂക്കും പോവുകയാണ്. പക്ഷേ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പാവം ലൂക്ക് കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് അവളെ അടിച്ച് നിലത്തിടുകയാണ്. അവളാണെങ്കിൽ സ്റ്റെയറിൽ നിന്ന് ഉരുണ്ട് നിലത്തേക്ക് വീണ് ബോധം പോവുകയാണ്. എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് ഗ്യാരറ്റും വരുന്നുണ്ട്. സോ ഇനിയാണ് നമ്മൾ പാവം ചെറുക്കനായ ലൂക്കിന്റെ ആ യഥാർത്ഥ ടാലന്റും ക്യാരക്ടറും ഒക്കെ ഒന്ന് കാണാൻ പോകുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് ആഷ്ലിക്ക് ബോധം വരുമ്പോൾ അവളെ അവിടെ ഒരു കസേരയിൽ കെട്ടിയിരുത്തിയിട്ടുണ്ട്. വായിലും ടേപ്പൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ലൂക്ക്. ലൂക്കും ഗ്യാരറ്റും അവന്മാരുടെ ഒരു വൃത്തികെട്ട ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് അപ്പുറത്തുണ്ട്. ആക്ച്വലി ലൂക്ക് ഗ്യാരറ്റിന് എന്തോ ഡ്രഗ്സ് കൊടുത്തത് കൊണ്ട് അവനാണെങ്കിൽ കിരിങ്ങിയിരിക്കുകയാണ്. ലൂക്ക് ഇടക്ക് അവന്റെ പാരന്റ്സിന്റെ ആ ലൈവ് ലൊക്കേഷനൊക്കെ ചെക്ക് ചെയ്യുന്നതും കാണാം. അതിനുശേഷം അവന്മാർ രണ്ടുപേരും അവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ലൂക്ക് അവളുടെ ബാഗിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക് എടുത്ത് ആഷ്ലിയുടെ വായിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ആ ഒരു ടേപ്പിൽ ലിപ്പ് വരച്ചു കൊടുക്കുകയാണ്. ശേഷം ഒരു പാവക്കൂത്ത് നടത്തുന്ന പോലെ അവളെ കളിപ്പിക്കുകയാണ്. എന്താ നടക്കുന്നതെന്നാവും നീ ആലോചിക്കുന്നത്. ഇനി രഹസ്യങ്ങളൊന്നും വേണ്ട. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിയാമല്ലോ. സത്യമായിട്ടും നിന്നെ വെടിവെക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ അതിനും ഞാൻ മടിക്കില്ലട്ടോ. സോ വായിൽ നിന്ന് ഈ ഒരു ടേപ്പ് വരുമ്പോൾ നീ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അങ്ങനെ ചെയ്താൽ എനിക്ക് ചിലപ്പോ ഷൂട്ട് ചെയ്യേണ്ടി വരും. ഇതും പറഞ്ഞ് ലൂക്ക് അവളുടെ വായിലെ ആ ഒരു ടേപ്പ് ഊരി മാറ്റുകയാണ്. അവനെന്തോ ഒരു ഗെയിം പോലെ അവളെ വെച്ച് കളിക്കുകയാണ്. ഒരു പൂച്ച എലിയിട്ട് ഇങ്ങനെ തട്ടി കളിക്കില്ലേ, അതുപോലെ. അവളുടെ തലയിൽ നേരത്തെ കിട്ടിയ അടി കാരണം പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും ഹോസ്പിറ്റലിൽ പോകണമെന്നുമെല്ലാം ആഷ്ലി പറയുമ്പോൾ ലൂക്ക് അത് മൈൻഡ് ചെയ്യുന്നില്ലട്ടോ. അവൻ ട്രൂത്ത് ഓർ ഡെയർ കളിക്കാമെന്ന് പറഞ്ഞ് ഒരു ഡീൽ വെക്കുകയാണ്. അതിൽ അവൾ ജയിച്ചാൽ കെട്ടഴിച്ച് വിടാമെന്നും അവൻ ജയിച്ചാൽ എന്തോ ഒരു ലിക്വിഡ് ഡ്രഗ്സ് കുടിക്കണമെന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവനെ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ എന്നും അവളോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നും ആഷ്ലി വിഷമത്തോടെ പറയുമ്പോൾ കിളിപോയിരിക്കുന്ന ഗ്യാരറ്റ് എന്തൊക്കെയോ കിടന്ന് പുലമ്പുന്നുണ്ട് കേട്ടോ. പിന്നീട് വേറെ നിവൃത്തിയില്ലാത്തവൾ ട്രൂത്ത് ഓർ ഡെയറിന് സമ്മതിക്കുകയാണ്. ആദ്യം ലൂക്കിന്റെ ടേൺ ആയിരുന്നു. അവൻ ആഷ്ലിയോട് ട്രൂത്ത് ഓർ ഡെയർ ചോദിക്കുമ്പോൾ അവൾ ട്രൂത്ത് ചൂസ് ചെയ്യുകയാണ്. അവൻ അവളോട് ഓരോ വൃത്തികിടക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ഗ്യാരറ്റിന്റെ ടേൺ വരുമ്പോൾ അവനും ലൂക്കിനോട് ആവശ്യപ്പെടുന്നത് അവളോട് മോശമായിട്ട് പെരുമാറാനാണ്. അങ്ങനെ മാനസികമായിട്ട് അവളെ തകർക്കാൻ നോക്കുമ്പോൾ അടുത്തതായിട്ട് അവൾ ലൂക്കിനോട് ചോദിക്കുന്ന ചോദ്യം ഗ്യാരറ്റിന്റെ പെറ്റിനെ കൊന്നത് ലൂക്കാണെന്നുള്ള ആ ഒരു കാര്യം അവനോട് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അപ്പോഴാണ് അക്കാര്യം ഗ്യാരറ്റ് മനസ്സിലാക്കുന്നത്. അതിന്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ടെങ്കിലും ലൂക്ക് എങ്ങനെയൊക്കെയോ അത് മാനേജ് ചെയ്ത് ഗ്യാരറ്റിനോട് ട്രൂത്ത് ഓർ ഡെയർ ചോദിക്കുകയാണ്. അപ്പോൾ ഗ്യാരറ്റ് ആണെങ്കിൽ ഡെയർ ചൂസ് ചെയ്തിട്ട് ആഷ്ലിയെ കിസ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അവളെ മറ്റാരും തൊടുന്നത് ലൂക്കിന് ഇഷ്ടമല്ല. അതും പറഞ്ഞ് വീണ്ടും അവർ തമ്മിൽ തർക്കമാകുമ്പോൾ പിണങ്ങിപ്പോകാൻ തുടങ്ങുന്ന കൂട്ടുകാരന് പിന്നാലെ ലൂക്കും പോവുകയാണ്. അപ്പോൾ ആഷ്ലി എങ്ങനെയോ അവിടെ ടേബിളിൽ ഉണ്ടായിരുന്ന ആ ഒരു ടോർച്ച് എടുത്തിട്ട് വിൻഡോയ്ക്ക് നേരെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് അത് അങ്ങോട്ടേക്ക് അടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവർ തിരിച്ചു വന്നപ്പോൾ അവൾ പിടിക്കപ്പെടുകയാണ്. അവന്മാർക്ക് അവൾ എന്താണ് ചെയ്തതെന്ന് മനസ്സിലായി. സോ അവൾ അവരെ ചതിക്കാൻ നോക്കിയതിന് ഇതാകും സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ലൂക്ക് അവന്റെ ആ ഒരു പ്ലാൻ പറയുകയാണ്. അതായത് ലൂക്കിന്റെ പാരന്റ്സ് വരുമ്പോൾ അവർ കാണുന്നത് ബോധമില്ലാതെ കിടക്കുന്ന ആഷ്ലിയായിരിക്കും. അവൾ വെള്ളം അടിച്ച് ആഘോഷിക്കുകയായിരുന്നു എന്നുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കി അവിടെ കുപ്പികളും വെക്കും.
അതൊക്കെ കേൾക്കുമ്പോൾ അവൾ ഗ്യാരറ്റിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ലൂക്കിന്റെ കൂടെ നിന്നാൽ ഗ്യാരറ്റും ജയിലിലാകുമെന്ന് അവൾ പറയുമ്പോൾ അവനത് ശ്രദ്ധിക്കുന്നതേയില്ല. അപ്പോൾ ആഷ്ലി ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം മറക്കാൻ വേണ്ടി ഡ്രഗ്സ് ചേർത്ത ഡ്രിങ്ക്സ് കൊടുക്കുകയാണ് ലൂക്ക്. അവൾ അത് കുടിക്കാൻ തയ്യാറാകാതെ തട്ടി താഴെ ഇടുകയാണ്. പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അവൾ രക്ഷപ്പെടാനായിട്ട് ഒച്ചയുണ്ടാക്കുമ്പോൾ ഗ്യാരറ്റ് അവിടെ വാപ്പൊത്തുന്നു. ലൂക്കാണെങ്കിൽ അവളുടെ വായിൽ ടേപ്പ് വെച്ചിട്ട് ഗ്യാരറ്റിനോട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് പാട്ടും നല്ല വോളിയത്തിൽ പ്ലേ ചെയ്തിട്ടാണ് ആ ഡോറിന്റെ അടുത്തേക്ക് പോകുന്നത്. അവിടേക്ക് അപ്പോൾ വന്നത് അവളുടെ ലവറായ റിക്കി ആയിരുന്നു. റിക്കിയെ അവൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ലൂക്ക് അവനെ തിരിച്ചയക്കാൻ ശ്രമിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ബൊക്കെ ഒന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട് റിക്കി ആ വാതിൽ തുറപ്പിക്കുകയാണ്. അങ്ങനെ തന്ത്രപൂർവ്വം അവൻ ആ ഒരു വീടിനകത്തേക്ക് കയറുകയാണ്. റിക്കി അവിടെ ഉണ്ടായിരുന്ന പിസ്സയൊക്കെ കഴിച്ചിട്ട് ചില്ലായിട്ട് ആഷ്ലിയെ വിളിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ആ സമയത്ത് അവളെ തോക്ക് കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുകയായിരുന്നു ഗ്യാരറ്റ്. പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നിയ ആഷ്ലി ഇരുന്നിരുന്ന ആ ഒരു കസേരയിൽ അത് അനക്കി നിലത്ത് വീണിട്ട് ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ ഒരു ശബ്ദം കേട്ട് റിക്കി അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ ഗ്യാരറ്റ് വന്ന് ഓരോ കള്ളൊക്കെ പറഞ്ഞ് അവനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പിന്നീട് അവൾക്ക് പീരീഡ്സ് ആണെന്നും അതുപോലെ ലൂസ് മോഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് അവർ റിക്കിയെ മുകളിലേക്ക് വിടുകയാണ്. അപ്പോഴേക്കും ആഷ്ലി നിലത്ത് കിടന്ന് ഇഴഞ്ഞാണെങ്കിലും നേരത്തെ പൊട്ടിയ ചില്ലുകുപ്പിയിലെ അതിലെ ഒരു കഷ്ണം എടുത്ത് കയ്യിൽ ഒളിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം ആഷ്ലി എന്ന് വിളിച്ച് മുകളിലേക്ക് പോയ റിക്കിയെ ബേസ്ബോളിലെ ബാറ്റിലെ ആ ഒരു ബാറ്റ് കൊണ്ട് അടിച്ച് നിലത്തിടുകയാണ് ലൂക്ക്. ആദ്യം റിക്കി വീഴുന്നുണ്ടെങ്കിലും പിന്നീട് എഴുന്നേറ്റ് വന്ന് ലൂക്കിനെ നേരിടുകയാണ്. ലൂക്ക് പേടിച്ചോടുമ്പോൾ അവൻ വിടാതെ പുറകെ ചെന്ന് പിടിച്ച് അടിച്ചിടുന്നുണ്ട്. അപ്പോൾ ലൂക്ക് വീഴുന്നത് അവന്റെ അമ്മ നേരത്തെ ഒരു പെൻസിൽ ഒളിച്ചു വെച്ചിരുന്ന കാർപ്പറ്റിലെ ആ ഒരു കാർപ്പറ്റിലേക്കായിരുന്നു. ആ ഒരു പെൻസിൽ കയ്യിൽ കിട്ടുന്ന ലൂക്ക് റിക്കിയുടെ കവിളിൽ കുത്തി പരിക്കേൽപ്പിക്കുകയാണ്. ആ ഒരു ദേഷ്യത്തിൽ റിക്കി അവനെ മറ്റേ ബേസ്ബോളിലെ ബാറ്റിലെ അത് വെച്ച് അടിക്കാൻ പോകുമ്പോൾ തോക്കുമെടുത്ത് ഗ്യാരറ്റ് അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് റിക്കിക്ക് വേറെ വഴിയില്ലല്ലോ. അവൻ ആ ബാറ്റ് താഴെ ഇട്ടിട്ട് കയ്യും പൊക്കി അവിടെ ഇരുന്നപ്പോൾ ലൂക്ക് എഴുന്നേറ്റ് വന്നിട്ട് ആ ഒരു ബാറ്റ് വെച്ച് തന്നെ റിക്കിയുടെ പുറകിൽ ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് ഗ്യാരറ്റിന് പേടിയാകുന്നുണ്ടെങ്കിലും ലൂക്ക് നല്ല ത്രില്ലിലാണ്. റിക്കിയുടെ ബോധവും പോയി ചോരയെ നന്നായിട്ട് വാർന്നൊലിക്കുന്നുണ്ട്. അപ്പോഴും ആ തെളിവുകളെല്ലാം നശിപ്പിച്ച് അവിടെ വൃത്തിയാക്കാൻ ലൂക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ.